നമസ്കാരം, എല്ലാവർക്കും ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ഫിഷ് ബിരിയാണി തയ്യാറാക്കാം. നെയ്മീൻ വെച്ചാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നെയ്മീൻ വെച്ചുള്ള ഈ ബിരിയാണി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇന്ന് നമുക്ക് നല്ലൊരു ഫിഷ് ബിരിയാണി തയ്യാറാക്കാം. അതിനായിട്ട് നെയ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ് ഈ ഫിഷ് ബിരിയാണി. മുള്ളില്ലാത്ത ഫിഷൊക്കെ വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഏത് മീൻ വെച്ചും നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നെയ്മീൻ എടുത്തിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പ പാത്രത്തിൽ വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള മസാല തയ്യാറാക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില അരച്ച് പേസ്റ്റ് ആക്കിയതും, പെരിഞ്ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും കുറച്ച് വിനാഗിരി ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വെള്ളം പോരാ എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. നല്ലവണ്ണം ഫിഷിലെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 2-3 പീസ് ഫിഷ് മസാല തേക്കാതെ ഒന്ന് മാറ്റി വെച്ചേക്കണം. ഇത് പിന്നീട് ഫിഷ് ബിരിയാണിയുടെ ഗ്രേവി തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ചോറ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് 20 മിനിറ്റ് അതൊന്ന് കുതിരാനായിട്ട് വയ്ക്കണം. അതിനുശേഷം അതൊരു അരിപ്പ പാത്രത്തിലേക്ക് വാരി വെള്ളം പോകാനായിട്ട് വയ്ക്കാം. 1 മണിക്കൂറൊക്കെ ഇപ്പോൾ ഫിഷ് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഈ എണ്ണ നമ്മൾ പിന്നീട് മസാല തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. എല്ലാം ഇപ്പോൾ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 3 സവാള നൈസായിട്ട് അരിഞ്ഞത് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇത് 3 വറുത്ത് കോരിയതിന് ശേഷം അതേ ഉരുളിയിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പൂ, പെരിഞ്ജീരകം, ബേ ലീവ്സ്, കുറച്ച് ഏലക്ക ചതച്ചത്, ഇത്രയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുന്ന റൈസ് ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. നല്ലവണ്ണം വറുത്തെടുത്തതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം 4 ഗ്ലാസ്, അതായത് 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 4 ഗ്ലാസ് വെള്ളം, ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് 2 പച്ചമുളക് ചതച്ചത്, 2 വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്. ഉപ്പിട്ടിട്ട് നമ്മൾ ഒന്ന് തൊട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പിടാനായിട്ട്. ചോറിലേക്ക് ഉപ്പ് പിടിക്കുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് കുറയും. ഇനി റൈസൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ലെമൺ ജ്യൂസും നെയ്യും ഇട്ട് കൊടുക്കാം. എല്ലാ ടേസ്റ്റും കൂടി ക്രമീകരിക്കാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കി വെക്കുക. സിമ്മിലിട്ട് വേവുകയാണ് നല്ലത്. അപ്പോൾ കറക്റ്റ് പാകത്തിന് തന്നെ ആ വെള്ളം വറ്റി കിട്ടും. ഒരു 80% നമുക്ക് ചോറ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫിഷ് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഫിഷ് ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ ഒരു 4 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയത് ഒരു 4 ടേബിൾ സ്പൂൺ ഇടണം. ഈ 2 ടേബിൾ സ്പൂൺ വെച്ചാണ്. പച്ചമുളക് 3 അരിഞ്ഞത്, അത് വേണമെങ്കിൽ അതും കൂടി പേസ്റ്റ് ആക്കി ഇടാം. എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം വഴന്ന് വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മുളകും കൂടി വേണം, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഗരം മസാല 1 ടേബിൾ സ്പൂൺ, ബിരിയാണി മസാല അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വറുത്ത് പൊടിച്ചെടുത്താണ് ബിരിയാണി മസാല നമ്മൾ തയ്യാറാക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചച്ചുവയൊക്കെ മാറി നല്ലവണ്ണം വഴന്ന് കിട്ടും. 3 തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇടാം. പുളിയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക്
നമ്മൾ നേരത്തെ പച്ചയ്ക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഫിഷ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ആക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതൊക്കെ കൂടി എല്ലാം കൂടി നല്ലോണം യോജിച്ചൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് പോരാ ഞാൻ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും പിന്നെ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവാളയിൽ നിന്ന് കുറച്ചെടുത്ത് അതൊന്ന് പൊടിച്ച് അതും കൂടി ഒന്ന് ഇട്ട് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് സ്ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് ഒന്ന് നോക്കാം. ഇപ്പോൾ വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു അടികട്ടിയുള്ള പാത്രം എടുത്തിട്ട് നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് നെയ്യ് അടിയിലൊന്ന് തടകി കൊടുക്കുകയാണെങ്കിൽ അടിയിൽ പിടിക്കാതിരിക്കും. അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷ് മസാല ആദ്യം ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ റൈസ് ഒന്ന് നിരത്തി കൊടുക്കാം. പകുതി റൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പാലിനകത്ത് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതൊന്ന് തൂങ്ങിക്കൊടുക്കാം. ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന് പകരം നിങ്ങൾക്ക് കളർ യൂസ് ചെയ്യാം. പാലിൽ കുങ്കുമപ്പൂ കലക്കിയിട്ട് അതാണെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി മല്ലിയിലയും പുതിനയിലയും കശുവണ്ടി, കിസ്മിസ്, സവാള വറുത്തതും ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇടാം. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഫിഷ് മസാലയും റൈസും നിരത്തി കൊടുക്കാം. അതിന് മുകളിലേക്ക് നേരത്തെ ഇട്ട പോലെ തന്നെ എല്ലാ ഐറ്റംസും ഒന്നുകൂടി ഇട്ട് കൊടുക്കുക. ചൂടായ ഒരു ദോശക്കല്ലിൻ്റെ മുകളിലേക്കാണ് ഞാനിത് എടുത്ത് വയ്ക്കുന്നത്. നല്ല ടൈറ്റായിട്ട് തന്നെ ഒരു അരമണിക്കൂർ ഇതൊന്ന് അടച്ച് പറ്റുവാണെങ്കിൽ ഒരു വെയിറ്റും കൂടി അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് സ്ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഫിഷ് മസാലയൊക്കെ റൈസിലേക്ക് പിടിച്ചിട്ട് നല്ലൊരു ഫ്ലേവറിൽ തന്നെ നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പറ്റും. അരമണിക്കൂറിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് തന്നെ വെച്ചേക്കണം. സെർവ് ചെയ്യുന്ന ടൈമിൽ മാത്രം അതൊന്ന് തുറക്കുക. എന്നിട്ട് ചൂടോടുകൂടി തന്നെ വിളമ്പുക. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് റൈസൊക്കെ ഒന്ന് മാറ്റിയിട്ട് അടിയിൽ നിന്ന് ആ ഗ്രേവിയും ഫിഷിൻ്റെ പീസും കൂടി എടുത്ത് പ്ലേറ്റിലേക്ക് ഇടുക. എന്നിട്ട് അതിന് മുകളിൽ നിന്ന് റൈസ് എടുത്തിടുക. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും ക്രിസ്മസിന് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.